Hello, guys. Welcome back. Yeah. So, This is part 4. This is part 4 of Yeah. Mahavatar Narasimha. Yes. So we So are if back. you- So we'll finish this off, and that'll be part 6. If you haven't watched part 1, 2, 3, Go check it out and come back and വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. Okay, നമ്മൾ ലാഗ് അടിപ്പിക്കുന്നതാണ് part continuation ആണ്. So so if you have watched the movie, let us know how it is and recommend us many other movies also. Okay? yeah. So we'll get into the video. 3, 2, 1, and go. Yeah. കുലഗുരു ശുക്രാചാര്യരുടെ അധീനതയിൽ ഹിരണ്യാക്ഷനും നാമം ഒരുപാട് സിദ്ധികൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആ സമയം നിനക്കും ഒരു സിദ്ധി ലഭിച്ചിട്ടുള്ളതല്ലേ? നീ മനസ്സാൽ സ്മരിക്കുന്നവനെ അഗ്നിയാൽ ചാമ്പലാക്കാൻ കഴിയും. എന്നാൽ ആ അഗ്നിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. I think it is his വരദാനമായി ലഭിച്ച ഈ സിദ്ധിയെ നീ പ്രഹ്ലാദനെതിരെ പ്രയോഗിക്കുക. She's his ഞാൻ cousin. അങ്ങയെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആ വരം ഒരുപാട് നിബന്ധനകളോടെയാണ് ലഭിച്ചത്. ആയതിനാൽ ആ ശക്തിയുടെ ഉപയോഗം ആത്മരക്ഷയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും മഹാപ്രഭു. അതൊരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല. ഹോലിക, പ്രഹ്ലാദൻ നമ്മുടെ ശത്രുപക്ഷത്താണ് നിലകൊള്ളുന്നത്. അവൻ വിഷ്ണു ഭക്തനായി തീർന്നിരിക്കുന്നു. ഇനിയും അവനെ നമ്മൾ ജീവനോടെ വിടുകയാണെങ്കിൽ എന്നേക്കുമായി അവൻ അസുരകുലത്തിന് നാശം വിതയ്ക്കും. പ്രഹ്ലാദന്റെ വധം നമ്മുടെ കുലത്തിന്റെ മേന്മയ്ക്കുതകുമെന്ന് നീ മനസ്സിലാക്കുക. നാം പറയുന്നത് നിന്റെ സ്ഥിതിയെ നീ ശരിയായി വിനിയോഗിക്കുക, ദുരുപയോഗമല്ല. ഹോലിക, നീ എനിക്ക് എന്റെ സഹോദരി തുല്യാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ സഹോദരി എന്നെ സഹായിക്കില്ലെന്നാണോ? തീർച്ചയായും ഉണ്ടാകും പ്രഭു. ശ്വാസം അങ്ങ് വിടുമ്പോ പറഞ്ഞത് പറയുന്നത് തികച്ചും സത്യം തന്നെയാണ്. ശ്വാസം വിടുമ്പോ പ്രഹ്ലാദൻ മൃത്യുവടയേണ്ടത് ഇപ്പോൾ തീർത്തും അനിവാര്യമാണ്. അസുരകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ നിയോഗം ഏൽപ്പിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടയും കൃതാർത്ഥയുമാണ് മഹാപ്രഭു. കുലദ്രോഹി പ്രഹ്ലാദന്റെ പിഞ്ചു ശരീരം നമ്മുടെ കൺമുന്നിൽ വെച്ച് അഗ്നിക്കിരയാകുമ്പോൾ, വേദനയാൽ അവന്റെ ദീനരോദനം ഈ കാതുകളിൽ അലയടിക്കുമ്പോൾ, അസുരകുലത്തിൽ ജനിച്ചു വളർന്ന എന്റെ ജീവിതം സാർത്ഥകമാകും. എന്നാൽ ഇക്കാര്യം ചെയ്തു തീർക്കാൻ അങ്ങേക്ക് ഹോളികയുടെ സഹായം എന്തിനാണ്? പ്രഹ്ലാദനെ അഗ്നിയിൽ ആഴ്ത്തിയാൽ അവൻ വെന്തു വെണ്ണീറാവില്ലേ? അഗ്നിയാൽ ഒരിക്കലും പ്രഹ്ലാദനെ കീഴ്പ്പെടുത്താനാവില്ല. ജാലവിദ്യക്കാരൻ വിഷ്ണു അവനെ ഓരോ ക്ഷണത്തിലും സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നീ പ്രഹ്ലാദനെ ബന്ധനസ്ഥനായി ഉപവിഷ്ടനാക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ പ്രഹ്ലാദനെ വകവരുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പൊന്നുപുത്ര പ്രഹ്ലാദ, ഇനി നീ വ്യാകുലപ്പെടേണ്ടതില്ല. നിന്റെ മാതുല ആഗതയായിരിക്കുകയാണ്. അവരുടെ മടിയിൽ നിനക്ക് ഇനി അന്ത്യവിശ്രമം കൊള്ളാവുന്നതാണ്. മാത്രവുമല്ല, നാം പണ്ഡിതന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. പ്രഹ്ലാദന്റെ വിയോഗത്തിന് ശേഷം അവനായുള്ള അന്ത്യകർമ്മങ്ങൾ ആ പണ്ഡിതന്മാർ അവിടെ തന്നെ നിർവഹിക്കുന്നതാണ്. ബാലനെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാനായില്ലെങ്കിലും കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് പരിഹസിക്കാതിരുന്നൂടെ? കണ്ണുനീർ തുടയ്ക്കും. ഈ കണ്ണുനീർ തുള്ളികൾ എന്നെ ദുഃഖത്തിൽ ആഴ്ത്തുന്നു. പുത്ര പ്രഹ്ലാദ, ഓഹോ, ഈ ഒരുക്കങ്ങൾ കണ്ട് പ്രഹ്ലാദന്റെ ഈ കുഞ്ഞു മനസ്സിലിപ്പോ ഭയം തോന്നി തുടങ്ങി അല്ലേ? ഞാനൊരിക്കലും എന്നെ കുറിച്ചോർത്ത് വ്യാകുലനല്ല. എന്റെ വേവലാതി മുഴുവൻ അങ്ങയെ കുറിച്ച് ആലോചിച്ചാണ്. ദയവായി ചിതയിലേക്ക് വരരുത്. ഇത് അവതരിച്ച് അങ്ങ് എന്നോടൊപ്പം ചിതയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ അഗ്നികുണ്ഡത്തിൽ എരിഞ്ഞമരും. അല്പസമയത്തിനുള്ളിൽ നിനക്ക് ബോധ്യമാകും ആരാണ് അഗ്നിക്കിരയാകുക, ആരാണ് ജീവനോടെ പുറത്തേക്ക് വരിക എന്നത്. പിതാവേ, ദയവ് ചെയ്ത് അങ്ങേ തീരുമാനം ഉപേക്ഷിച്ചാലും, അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കുന്ന മനോഭാവം നീ വെടിയൂ. നിന്റെ ആഗ്രഹം പോലെ നാം ഇത് അവസാനിപ്പിച്ചോളാം.
മാത്രമല്ല നിന്നോട് ക്ഷമിക്കുകയും ചെയ്യാം. പറയുന്നത് കേൾക്കൂ പ്രഹ്ലാദ. വിഷ്ണു ഭക്തി ഉപേക്ഷിക്കും. So why ഒരു isn't he മാതാവിന് trying to kill എങ്ങനെയാണ് him? ഇപ്രകാരം ഒരു തീരുമാനം എടുക്കാനായി സ്വന്തം മോനെ സാധിക്കുന്നത്? പിതാവേ, Maybe. ഭഗവാൻ വിഷ്ണുവിന്റെ ചൈതന്യം എന്നെ ആകർഷിക്കുന്നത് എങ്ങനെയാണെന്നാൽ ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെയാവുന്നു. പിതാവേ, ഈ ഭക്തിയിൽ ഒരു തെറ്റുമില്ല. ഗൂഢജന്മമേ, നീ മരണമാക്കിക്കുന്നു. പോലിക, ഇവനെ ചിതയിലേക്ക് ആനയിക്കൂ. വരൂ പ്രഹ്ലാദ. അരുത്. സ്വന്തം പുത്രനാഗ്നിക്ക് ഇരയാവുന്നത് കാണാൻ ഓ എനിക്കും തോന്നി അവരെങ്ങനെ എന്നെ മണ്ടയ്ക്ക് കയറും. വരൂ. എനിക്ക് കൊള്ളുന്നു. എനിക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. ജ്യേഷ്ഠ, എന്നെ രക്ഷിച്ചാലും അഗ്നി പടരുന്നു. അഗ്നി എന്റെ മേലാണ് പടരുന്നു. ജ്യേഷ്ഠ, എന്നെ രക്ഷിച്ചാലും ഇത്രയും പെട്ടെന്ന് അഗ്നിയാക്കൂ. വേഗമാകട്ടെ. പോലിക, Okay, there is no coming back. She is so രക്ഷിക്കൂ. പോലിക, വെള്ളം എടുത്തുകൊണ്ടുവരൂ. വേഗം. Oh, ആ മണ്ണിന്റെ ഉള്ളിൽ വെച്ച്. ഉടനെ അഗ്നി അണയ്ക്കാം. വെള്ളം കൊണ്ടുവരൂ. വേഗം വെള്ളം കൊണ്ടുവരൂ. പെട്ടെന്ന് രക്ഷിക്കൂ. വേഗം കൊണ്ടുവരൂ. എത്രയും പെട്ടെന്ന് അഗ്നി അണയ്ക്കൂ. പോലിക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഒരു പൂറല് പോലും ഇല്ല അല്ലേ? പോലിക. അയ്യോ നൈസ് ഡീറ്റെയിലിംഗ്. പിതാവേ, ഞാൻ അങ്ങയുടെ കീഴ് അപേക്ഷിച്ചതല്ലേ? ചിതയിലേക്ക് എന്നോടൊപ്പം അവരെയും പറഞ്ഞയക്കരുതെന്ന് അങ്ങയ്ക്ക് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതല്ലേ? എന്റെ സഹോദരിയെ വധിച്ചവനെ എന്റെ കൺമുമ്പിൽ നിന്നെ കാണരുത്. ഓ ഇവിടെന്ന് അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോ. ഏതെങ്കിലും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തു. അടുത്തത് പോലിക. ഭഗവതേ The skies. ഭഗവതേ വാസുദേവായ. ഓ ഓ ടയറിന് പകരം Okay, he's turning and it is turning.
ഹീസ് ടേണിങ് ആൻഡ് മനസ്സിലായോ? അത് ബ്രോ ഗോട്ട് ഐസ് ഓൺ സ്കൈ. പിന്നെ ഷോട്ടാണ് താടി. ജലദേവനാണ്. മേ ബി ഇതൊക്കെ ഓരോരോ Who is this? I don't know. ഭയങ്കര ഇന്നസെന്റ് അല്ലേ? ഞാൻ സകല സമുദ്രങ്ങളുടെയും ജലാശയങ്ങളുടെയും ദേവനാകുന്നു. വരുണദേവൻ. നാരായണന്റെ നാമം നീ സദാ ജപിച്ചുകൊണ്ടിരുന്നതിനാൽ നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. കുറച്ചു സമയങ്ങൾക്ക് മുൻപ് നീ ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പതിക്കുകയുണ്ടായി. നിന്നെ പോലുള്ള ഭക്തന്മാർ കാലചക്രത്തിന്റെ പുണ്യമാണ്. അപൂർവ പിറവിയാണ് നീ. ഞാൻ നിന്നെ മനസ്സാൽ വണങ്ങുകയാണ്. നിനക്ക് എത്രയും വേഗം വിഷ്ണു ദർശനം ലഭിക്കും. നിന്നാൽ ഞാൻ ധന്യനായി. എന്നിരുന്നാലും എന്റെ നേത്രങ്ങൾ അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കുവാനായി കൊതിക്കുകയാണ്. അദ്ദേഹം താങ്കൾ വസിക്കുന്ന ഈ സമുദ്രത്തിൽ ശേഷനാഗത്തിന്റെ ശയനത്തിൽ സദാ വിശ്രമിക്കുകയാണ്. അഖില ബ്രഹ്മാണ്ടത്തിന് തന്റെ തേജസ്സിലൂടെ പ്രകാശം പരത്തുന്നു. ഞാൻ ആരാധിക്കുന്ന ആ രത്നത്തെ ദർശിക്കുവാൻ താങ്കൾ ഈ ദാസനെ സഹായിക്കുകയാണെങ്കിൽ ഈ ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും. നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് മാത്രമാണ് ഈ ദർശനത്തിന് ആഗ്രഹമെന്നാണ്. അദ്ദേഹത്തിനും ഉണ്ടാവില്ലേ? നിന്റെ ഈ അവസ്ഥയിൽ അദ്ദേഹവും വിഷമത്തിലാണ്. നീ മനസ്സൊരുക്കി ധരിച്ചാൽ അദ്ദേഹം മംഗളം ഭവിക്കട്ടെ. ജഡായി ഒന്നങ്ങ് പോയോ? ആ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വന്നിട്ട് ചാടിയുടെ വിഷയമായിരുന്നു ഇങ്ങനൊരു ചാട്ടം. ഇദ്ദേഹത്തിന്റെ ദർശനം ദേവഗണത്തിൽ ജനിച്ചവർക്ക് പോലും ലഭിക്കുകയില്ല. ജഡായുവിനെ കൊന്നത് രാമായണത്തിന്റെ സമയത്ത് ബാലകന് എപ്രകാരമാണ് ലഭിച്ചത്? ഈ അനുഗ്രഹം ലഭിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഈ സമുദ്രത്തിലെ മൺതരികളെ പോലെ അനേകായിരം ഭക്തരിൽ നാം കേവലം ഒരാൾ മാത്രം. പരമാത്മാവെ, നാം എന്താണ് ചെയ്യേണ്ടത്? അനന്തം ഈ ലോകത്ത് എല്ലായിടവും വിളങ്ങി നിൽക്കുന്ന തേജസ്സാണങ്ങ്. എന്റെ ഉറ്റവരെല്ലാരും കൈവിട്ടിട്ടും അങ്ങ് എന്നോട് കരുണ കാണിക്കുന്നു. അങ്ങ് മാത്രമാണ് ഈ എളിയവനോട് കരുണ കാണിക്കുന്നത്. കൂട്ടത്തിൽ വെച്ച് മാതാവിന്റെ കൈവിട്ടു പോയ കുഞ്ഞ് പരിഭ്രാന്തനായി ഏകനായി എങ്ങനെ മാതാവിനെ തേടുന്നുവോ അതുപോലെ തന്നെയാണ് ഈ മഹാപ്രപഞ്ചത്തിൽ അങ്ങേയും പിരിഞ്ഞ് ഞാൻ ഭയന്ന് ഏകനായി അനാഥനായി അങ്ങയോട് പുലമ്പിക്കൊണ്ടിരിക്കുന്നു. സർവേശ്വര, എന്നെ അങ്ങ് കൈപിടിച്ചുയർത്തിയാലും അങ്ങയുടെ ദർശനം ലഭിക്കാൻ ഈ പാപിക്ക് ഒരർഹതയുമില്ല. എന്നിരുന്നാലും ഈ അത്യാഗ്രഹം ഈ എളിയവന്റെ കണ്ണുകളും മറയ്ക്കുന്നു. അങ്ങേ കാണുവാൻ എന്റെ മനസ്സ് കൊതിക്കുന്നു. ഈ പാപിക്ക് നൽകിയാലും ദർശനം നൽകിയാലും ദർശനം നൽകിയാലും
അയ്യോ. പ്രഹ്ലാദ, നീ എന്നെ സ്മരിച്ചു, ഞാൻ പ്രത്യക്ഷനായി. എന്തിനാണ് ഈ സങ്കോചം? ഒന്നും മൊഴിയാനില്ലേ നിനക്ക്? നാം ഈ കാണുന്നത് ഭഗവാൻ ഭഗവാനല്ല, ദാസനാണ് നാം. നിന്നെ പോലുള്ള ഭക്തർക്കെന്നും നാം ഒരു ദാസൻ മാത്രമാണ്. എന്നുള്ളതിന് നിലകൊള്ളാനാണ് താനും നമ്മുടെ ആഗ്രഹം. എന്തെന്നാൽ നിന്റെ ഈ നിസ്വാർത്ഥമായ ഭക്തിയുടെ മുന്നിൽ നാം തീർത്തും സമ്പൂജ്യനായിരിക്കുന്നു. പ്രഭു, അങ്ങ് ഭഗവാനാണ്. അങ്ങന്റെ ദാസനാണെന്ന് പറഞ്ഞ് എന്റെ പാപഭാരം കൂട്ടരുതേ. പ്രഹ്ലാദ, നാം നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അങ്ങയുടെ ദർശനം ലഭിച്ചു. ഇതിലും ഉപരിയായി ഇനി എനിക്ക് വേറെ എന്താണ് വേണ്ടത് ഭഗവാനെ? പരമാത്മാവേ, ഈ എളിയവന്റെ മനസ്സിലുള്ള ആഗ്രഹം സഫലമായിരിക്കുന്നു. ഇതല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹവുമില്ല. ഒരുപക്ഷെ അങ്ങ് എനിക്ക് എന്തെങ്കിലും തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വരം തന്നാലും എന്നെന്നും എന്റെ മനസ്സിൽ അങ്ങയെ കുറിച്ചുള്ള ഭക്തിയുടെ ജ്യോതി ഒരു അണയാത്ത ദീപനാളം പോലെ സദാ ജ്വലിച്ചിടണം പ്രഭു. അത് മാത്രമല്ല, ഒരു നിമിഷം പോലും ഞാൻ അങ്ങെ മറന്നു പോവുകയേ വരുത്. പ്രഹ്ലാദ, നാം ഇതാ ഈ ക്ഷണം നിന്നെ ആശീർവദിക്കുന്നു. ഈ നിമിഷം മുതൽ എല്ലായിടത്തും, എല്ലാ വസ്തുക്കളിലും, പിന്നെ എല്ലാ ജീവജാലങ്ങളിലും നിനക്കും നമ്മെ ദർശിക്കാനാവും. ഓക്കെ. തഥാസ്തു. തഥാസ്തു. So, psych. എന്റെ കണ്ടും പെട്ടെന്നൊക്കെ നിറഞ്ഞു. എന്റെ കണ്ടും പെട്ടെന്ന് അറിയാൻ തുടങ്ങിയത്. Oh, now he can see. He can see now. എല്ലായിടത്തും വിഷ്ണുവിനെ കാണാം, എല്ലായിടത്തും കാണാൻ പറ്റും. ഓക്കെ. ഓ, അത് നിന്നെ വരമായിരിക്കും അല്ലേ? എവിടെ നോക്കിയാലും ദൈവത്തിനെ കാണാം അല്ലേ? നാരായണായ നമോ നമഃ, വാസുദേവായ നമോ നമഃ. ദർശനം ജീവിതം ധന്യമാ. Oh, nice song. എന്നുമെൻ കൂടെ വേണം So, എന്നാണോ ഒരു സോറി ഗൈസ്, ആക്ച്വലി വി ലവ് ആ വിഷ്ണു like, സൗണ്ട് ഇല്ലേ? I think and everything is really good. every Hindus, those who are watching this, Will or- get a goosebumps. yeah, everyone, And every they will Hindus. feel it too because That's pure I goosebumps. don't know all of these stories, man. Yeah, that's why it will be a little more exciting. for you. Exciting, yeah. അങ്ങനെ വരം കിട്ടി. എവിടെ നോക്കിയാലും വിഷ്ണുവിനെ കാണാം. I have to see the next part. Okay, We'll be coming back with the next part. We are not lagging it up. So this if you is haven't part seen the 4? yeah, if you haven't seen the previous videos, go check it out. And this is part 4. We'll be coming up with for part 5. Yeah. So that's it. Bye.